ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെട്രിക്സ് ആണ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സാണ്. താഴത്ത് കണ്ട പോലെ ഒരു റെക്റ്റാങ്കുലർ ഒരു ബോക്സിലിട്ടിട്ട് അതിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്ന നമ്പേഴ്സോ സിമ്പിൾസോ അല്ലെങ്കിൽ എക്സ്പ്രഷൻസോ ആണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അത് എഴുതലെങ്ങനെയാണ് കോളം റോളും വെച്ചിട്ടാണ്, കോളംസിലും റോളംസിലും വെച്ചിട്ടാണ് എഴുതുക. റോ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സാണ്. എന്ന് പറഞ്ഞാൽ A11 A12 എന്ന് പറയുന്ന റെക്റ്റാങ്കുലർ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ്. അപ്പോൾ കോളം എന്ന് പറയുന്നത് നേരെ തിരിച്ചായിരിക്കും, വെർട്ടിക്കലായിരിക്കും. വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സോ എലിമെൻറ്റ്സോ ആയിരിക്കും കോളം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടും വെർട്ടിക്കൽ തന്നെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ റോയിലും കോളത്തിലും അറേഞ്ച് ചെയ്യുന്ന നമ്പേഴ്സാണ് ഒരു മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സിൻ്റെ ചെറിയൊരു ഫോമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. A11 A12 എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഫോമാണ് കൊടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ മെട്രിക്സിനൊരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുള്ളത് A = 1 2 3 4 5 6 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ 2 × 3 മെട്രിക്സാണ്. എന്ന് പറഞ്ഞാൽ അത് 2 റോയും ഉണ്ട്, 3 കോളംസും ഉണ്ട്. റോയും കോളം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. റോ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റും കോളം വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റുമാണ്. അപ്പോൾ നമ്മളൊരു മെട്രിക്സിന് ഫോം എഴുതുമ്പം റോ ഇൻറ്റു കോളം എന്നുള്ള രീതിയിലാണ് അത് പറയുക. അതാണ് ഇവിടെ 2 × 3 റോ ഇൻറ്റു കോളം എന്ന് പറഞ്ഞാൽ 2 റോ ആൻഡ് 3 കോളം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ മെട്രിക്സ് ഫോം ചെയ്യുക. മെട്രിക്സിൻ്റെ ഫോമിൻ്റെ നമ്പർ എഴുതി കൊടുക്കുക. പിന്നെ അതൊരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. നമുക്ക് ബാക്കി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അഡീഷനും പിന്നെ പഠിക്കാം. അതിൻ്റെ ടൈപ്സ് ഇനി നമുക്ക് നോക്കാം. റോ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു റോ മാത്രമുള്ളത്, ഓൺലി 1 റോ. പിന്നെ കോളം മെട്രിക്സ് നേരെ തിരിച്ച് ഓൺലി 1 കോളം. സ്ക്വയർ മെട്രിക്സ് റോ = കോളം, റോയും കോളവും സെയിം ആയിരിക്കും. നേരത്തെ മുകളിൽ തന്നിട്ടുള്ളത് സ്ക്വയർ മെട്രിക്സ് അല്ല, അവിടെ റോയും കോളം റോ 2 കോളം 3, അതുകൊണ്ട് സ്ക്വയർ മെട്രിക്സ് അല്ല. സ്ക്വയർ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ റോയും കോളം ഈക്വൽ ആയിരിക്കും. പിന്നെ നാലാമത്തെ ഒരു ടൈപ്പാണ് പറയുന്നത് നൾ മെട്രിക്സ് അല്ലെങ്കിൽ സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ എലിമെൻറ്റ്സും 0 ആയിരിക്കും. അവിടെ 1 2 3 ഉള്ളിടത്തൊക്കെ എല്ലാം 0 ആയിരിക്കും. 1 2 3 ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എലമെൻറ്റ്സ് 1, ബാക്കിയുള്ളിടത്തെല്ലാം 0 ആയിരിക്കും. ഇനി ഇവിടെ പറയാൻ പോകുന്നത് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതിൻ്റെ ഡയഗണൽ എലമെൻറ്റ്സ് 1 ആയിരിക്കും, ബാക്കി എല്ലാ എലമെൻറ്റ്സും 0 ആയിരിക്കും. ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ക്രോസ് ആയിട്ട് വരുന്നത്. ഇവിടെ കണ്ടോ 1 × 1, ഇവിടെ മറ്റേ 3 1 വരുന്നത്, അതാണ് ഡയഗണൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതൊക്കെ 1 ആണെങ്കിലാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുക. ഐഡൻറ്റിറ്റി മെട്രിക്സ് എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് യൂസസ് ഓഫ് മെട്രിക്സ് ആണ്. മെട്രിക്സ് യൂസ് ചെയ്യുക ഒന്ന് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ, അതേപോലെ എഞ്ചിനീയറിങ്ങിലും ഫിസിക്സിലും യൂസ് ചെയ്യുന്നുണ്ട്.